ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചേർത്തല പുത്തനമ്പലം ക്ഷേത്രത്തിലാണ്. ഞാനിങ്ങനെ ഓടി പോയപ്പോൾ ഒരു ചേച്ചി നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ ക്ഷേത്രത്തിൽ മയിലിൻ്റെ ചെരയുടെ പുറകിലായിട്ട് അടിപൊളിയായിട്ട് ഒരു വോൾ പെയിൻറ്റിങ് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ ചേച്ചീനെ പരിചയപ്പെടുത്താം. ചേച്ചി, ഞാനിങ്ങനെ ഓടി പോയപ്പോൾ ചേച്ചി വരക്കുന്ന കണ്ടുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് ഷിബജുഷി എന്നാണ്. ആ, ചേച്ചി ഇവിടെയാണ് ആദ്യമായിട്ട് വരക്കുന്നത്? അതെ, ക്ഷേത്രത്തിൽ മയിലിനെ വരച്ചാണ് എൻ്റെ തുടക്കം. അതോടൊപ്പം വീട്ടിൽ കുറേ ചിത്രങ്ങൾ കൊറോണ സമയത്താണ് വരച്ചത്. വീടിനകത്ത് 22ഓളം ചിത്രങ്ങൾ വരച്ചിട്ടതാണ്. വേറെ ദൂരെ എവിടെയെങ്കിലൊക്കെ വരക്കാനുള്ള ഇത് ഇപ്പൊ ഏകദേശം നമ്മൾ പാലക്കാട് ജില്ലയിൽ അംഗനവാടികൾ ചെയ്തു. ആണല്ലേ? കൊച്ചി നഗരസഭ ചെയ്തു. തിരുമല ദേവസ്വത്തിന്റെ ക്ഷേത്രങ്ങൾ ചെയ്തു. അതോടൊപ്പം ഇപ്പൊ ജൽജീവൻ ആലപ്പുഴ ജില്ലാ മിഷന്റെ ജൽജീവൻ മിഷന്റെ വർക്ക് മൊത്തം ചെയ്തു. ഇപ്പൊ നാഷണൽ ഹെൽത്ത് മിഷന്റെ NHMന്റെ ആയുഷ്മാൻ ഭാരതിന്റെ വർക്ക് ഹോസ്പിറ്റലുകൾ എടുത്ത് ചെയ്യുന്നു. അതുപോലെ സ്കൂൾ വർക്കുകൾ വർണ്ണക്കൂടാരം, പിന്നെ ക്ഷേത്രം വർക്കുകൾ ഇതുപോലെ വരാറുണ്ട്. ചേച്ചി ഒറ്റക്കാണ് ഫാമിലിയോടെയാണ് പോകുന്നത്. ഹസ്ബൻഡും മക്കളും ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് പഠിത്തമുള്ള സമയത്ത് അവരെ കൂട്ടാറുണ്ട്. ഹസ്ബൻഡ് ഉണ്ടാകാറുണ്ട്. വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. അതെ. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താണ് വരക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ ഭഗവാനാണ്, പഴനിമലയാണ്. പഴനിമലയുടെ ചുവട്ടിലായിട്ട് ഭഗവാൻ നിൽക്കുന്ന ഒരു ഭാഗവും അരികിലൊരു മയിലുമായിട്ടുള്ളതല്ലേ? നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് പുത്തനമ്പലം ക്ഷേത്രത്തിൽ മയിലിൻ്റെ കെട്ടിടത്തിൻ്റെ പുറകിലായിട്ടാണ് ചേച്ചി ഇത് വരക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വരക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ചേച്ചി അപ്പോൾ താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്താണ്. ക്ഷേത്രത്തിന്റെ കിഴക്കുവശമായിട്ടാണ് വീട്. ഇതുപോലെ മറ്റുള്ളവർക്കൊക്കെ വരക്കണം എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ നൽകിയേക്കാം. അപ്പം ശരി, ബാക്കി വീഡിയോയിലേക്ക് പോകാം. അപ്പം തുടങ്ങിയേക്കാം വരാം. ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ടാണ് തുടക്കം അല്ലേ? അതെ. ഇനി ഇവിടെ ഒരു പഴനിമലയുടെ ഇതുകൂടിയാണ് വരച്ചോണ്ടിരിക്കുന്നത്. ശിവജി അങ്ങനെ നമ്മളുടെ വരയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് സഹായിക്കാൻ ചേച്ചിയുടെ മകളും കൂടെയുണ്ട്. ശിവചേച്ചിയുടെ മകൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആണല്ലേ? DVHS ചാരമംഗലം. അമ്മക്ക് സപ്പോർട്ടായിട്ടാണ് മകളും കൂടി വരച്ചോണ്ടിരിക്കുന്നത്. പഴനിമലയും മുരുകനും
ഇപ്പം ഏകദേശം എത്ര ദിവസം എടുത്ത് നമ്മൾ വര തുടങ്ങിയിട്ട്? ഞാൻ നിന്നിരിക്കണ ഏകദേശം 4 ദിവസം. 4 ദിവസമാണ് നിന്നിരിക്കുന്നത്. 4 ദിവസം. ഇടയ്ക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു കാരണം. ആ, ഏകദേശം ഇന്നത്തെ കൊണ്ട് വർക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ശിവചേച്ചിയുടെ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തേക്കും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അല്ലാതെ നമുക്ക് ഫോട്ടോ ആർക്കെങ്കിലും അയച്ചു തന്നാൽ വരച്ചു കൊടുക്കാനൊക്കെ സാധിക്കുമല്ലേ? ചിത്രങ്ങൾ എന്തായാലും വരച്ചിടും കൊടുക്കും. അപ്പോൾ നമ്മുടെ വാൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും വരക്കണമെങ്കിൽ ഷീബ ചേച്ചിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യുക.